നമ്മളെടുത്ത നോമ്പും നമ്മുടെ നമസ്കാരവും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാണ്. വിശുദ്ധമായ ഈ ഖുർആൻ ഓതിയ മക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാണ്. ഈ ഹാഫിലിങ്ങൾ പഠിക്കുന്ന മക്കൾ പ്രത്യേകിച്ച് അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു 3 പോയിന്റ് ഞാൻ പറയാം. ആ മക്കൾ പോയോ? അവരുണ്ടെങ്കിൽ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഹിഫ്ദ് പഠിക്കുന്ന മാത്രമല്ല, അല്ലാഹുവിൻ്റെ ഈ ഭവനത്തിൽ നമുക്കിങ്ങനെ അവസരം കിട്ടുന്നു. നമ്മുടെ മുമ്പിൽ വന്നിട്ട് പിന്നെ ഒരു തെറ്റ് വേറൊരു പള്ളിയിൽ പോയിട്ട് ആവർത്തിച്ചാൽ നമുക്കത് കുറ്റം കിട്ടും. അങ്ങനെയാണ് ഹിഫ്ദ് പഠിച്ച മക്കൾ നമ്മുടെ പള്ളിയിൽ വന്ന് നമ്മളവരുടെ പുറകിൽ നിന്ന് നിസ്കരിച്ച് പിന്നെ അവർ നമ്മൾ ഈ സദസ്സിലുണ്ട്, അത് വേറെ പുറത്തെവിടെയെങ്കിലും പോയിട്ട് നിസ്കരിച്ചാൽ നമ്മൾ കേട്ട് ആ തെറ്റ് തിരുത്തി കൊടുത്തില്ലെങ്കിൽ നമുക്ക് കുറ്റം കിട്ടും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം തക്ബീറത്തുൽ ഇഹ്റാം. അത് നമ്മൾ ബോർഡ് ഉണ്ടെങ്കിൽ ഞാൻ എഴുതി കാണിക്കും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ ആ അക്ബർ എന്ന് എഴുതുമ്പോൾ ആ ബായ്ക്ക് ഒരു അലിഫിട്ട് പോയെങ്കിൽ അല്ലാഹു ഇസ് ദ വേസ്റ്റ് എന്നാണ് അർത്ഥം. അങ്ങനെയാണ് വളരെ ശ്രദ്ധിക്കുക. തക്ബീറത്തുൽ ഹാഫിലുകൾ പഠിച്ച് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇമാമ് നിൽക്കുമ്പോൾ അവർ അല്ലാഹു ബായ്ക്ക് അലിഫ് വന്ന് പോയത്തെ അല്ലാഹു വേസ്റ്റാന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നത്. അപ്പോൾ ഹാഫിലുകൾ കുറേ പഠിക്കാനുണ്ട്. ഖുർആൻ പഠിക്കുന്നത് മാത്രമല്ല, അവർ ഫിഖ്ഹ്പരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം, പരിശുദ്ധ ഖുർആൻ ഓതുന്നതിന് തർത്തീബുണ്ട്. അത് 2 രീതിയിലുണ്ട്. കാരണം ഒന്നാമത്തെ റക്അത്തിൽ അവർ ഹിഫ്ദ് പഠിക്കുന്ന ആ ഖുർആന്റെ പേജിൽ 13 ലൈൻ ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ ഒരു 13 ലൈൻ ഒരു പേജ് ഓതി. രണ്ടാമത്തെ റക്അത്തിൽ ഓതുമ്പോൾ 13 തന്നെ നിൽക്കണം, അതിൽ കൂടാൻ പാടില്ല. രണ്ടാമത്തെ റക്അത്തിൽ 15 ഓതാൻ പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ നമ്മുടെ മോന് അത് കുറ്റം പറയുന്നതല്ല, നമ്മൾ അത് തിരുത്തി കൊടുക്കാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. ഇന്ന് നമ്മുടെ ഒരു മോൻ ഓതിയപ്പോൾ ഫസ്റ്റ് റക്അത്തിൽ മാഇദയിൽ 2 സൂറത്തുൽ മാഇദ എത്രാമത്തെ സൂറത്താണ്? 5-ാമത്തെ സൂറത്ത്. പിന്നെ ഓതിയത് മറിയം സൂറത്താണ്. മറിയം സൂറത്ത് ഏതാണ്? എത്രാമത്തെ സൂറത്താണ്? 19. പിന്നെ ലാസ്റ്റ് ഓതിയത് സൂറത്ത് യൂസഫ് എത്രയാണ്? 12-ാമത്തെ സൂറത്ത്. അപ്പൊ എന്തായി? ഡിസോർഡറായി. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല, തർത്തീബ് ഉണ്ടായി. അങ്ങനെയാണ്. അപ്പൊ മാഇദ ഓതിക്കഴിഞ്ഞാൽ ആ ഓർഡർ ഓതി പിന്നെ വരുന്നത് യൂസഫ് വരണം, പിന്നെ മറിയം വരണം. അതാണ് തർത്തീബിന്റെ വിധം. ഇത് നമ്മുടെ പള്ളിയിൽ വന്നിട്ട് നമ്മൾ ഇങ്ങനെ മക്കൾക്ക് അവസരം കൊടുക്കുമ്പോൾ അവർ നിസ്കരിച്ച് പോകാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. പ്രത്യേകിച്ച് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി പ്രധാനപ്പെട്ട വേറൊരു വിഷയം, പരിശുദ്ധ ഖുർആൻ നമ്മൾ പറയല്ലേ, ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ അതെന്താണ്? അത് ശിഫയാണ്, അല്ലെങ്കിൽ അത് ബർക്കത്തുള്ളതാണ്. ഏത് വിഷയം എടുത്തു നോക്കിയാൽ നമ്മുടെ നാട്ടിലൊരു അല്ലെങ്കിൽ കുടുംബത്തിലൊരു തർക്കമുണ്ടായി, തർക്കങ്ങൾ, സഹോദരന്മാർ തമ്മിൽ തർക്കം, അതിനുള്ള പരിഹാരം എവിടെയാണ്? പരിശുദ്ധ ഖുർആനിലാണുള്ളത്. കുടുംബത്തിന്റെ സ്വത്ത് വിഹിതമായിട്ടുള്ള തർക്കങ്ങളുണ്ടായി, അതിന് പരിഹാരമുള്ളത് പരിശുദ്ധ ഖുർആനിലൂടെയാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളുമായിട്ടുള്ള സംരക്ഷണമുണ്ടല്ലോ, അവർ നമ്മളെ സംരക്ഷിക്കേണ്ട കാര്യമുണ്ടല്ലോ, പ്രൊട്ടക്ഷന്റെ കാര്യമുണ്ടല്ലോ. സഹോദരിമാരെ, അതിന്റെ എല്ലാ പരിഹാരം പരിശുദ്ധ ഖുർആനിൽ തന്നെയാണുള്ളത്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ സ്ഥലങ്ങളുണ്ടല്ലോ, മക്കയും മദീനയും പുണ്യമായ സ്ഥലങ്ങളാണ്. ലോകത്തിന്റെ നേതാവായ ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. ആ വ്യക്തിത്വം, ലോകത്തിന്റെ നേതാവ്, എല്ലാ കാലത്തേക്കും ഏറ്റവും ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വമാണ്. ആരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദിവ്യ സന്ദേശം എത്തിച്ച ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടല്ലോ, മലക്കുകളുടെ നേതാവാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു നോക്കിക്കോ, പരിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട രാത്രിയുണ്ടല്ലോ, ഇറങ്ങിയ രാത്രിയുണ്ടല്ലോ, ബർക്കത്താക്കപ്പെട്ട രാത്രിയുണ്ടല്ലോ, അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം
ഉണ്ടല്ലോ ഏറ്റവും പുണ്യകരമായ മാസമാണ്. ഇങ്ങനെ പരിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. നമ്മൾ ഏത് വാക്ക് ഉപയോഗിച്ചു അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തുള്ള പദങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഈ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് നൽകുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശം നമ്മൾ സ്വീകരിക്കുക. ഈ കാലഘട്ടത്ത് ഒരു മനുഷ്യന് വെറുതെ ഒരു മെസ്സേജ് കൊണ്ട് മറ്റൊരുത്തൻ്റെ ജീവിതം കളയാൻ പറ്റും. ഒരു വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് വിട്ട് ഇന്ന വ്യക്തി, ഈ നാട്ടിലുള്ള അലി എന്ന് പറയുന്ന വ്യക്തി അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞ് ഒരു ബാഡ് മെസ്സേജ് വിട്ടു. വേറൊരാൾ കേൾക്കുമ്പോൾ എന്താ അവനത് അവർക്ക് ഇന്ന ആളുടെ മോനെ ഹാലിദിന്റെ മോൻ അലി കണ്ട എന്ത് പറയാൻ, പെണ്ണുങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർന്നു, അവർ വേറെ ആൾ പോയി. ഇങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടല്ലോ. ഒരു സഹോദരി മറ്റൊരു വീട്ടിൽ പോയിട്ട് സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞു. ചിന്തിക്കണം, ഒരു പെണ്ണ് മറ്റൊരു വീട്ടിൽ പോയി സ്വർണം മോഷ്ടി. എത്ര വേണം? 9.5 പവൻ. ഇങ്ങനെ ഈ ഷെൽഫിൽ ഇരുന്ന് 9.5 പവന് സ്വർണം എത്രയാണ്? ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് ആദ്യമേ പറഞ്ഞു ഭർത്താവിന്റെ അടുത്തേക്ക് പറഞ്ഞു. ഭർത്താവ് കൈയൊഴിഞ്ഞു പോയി. നീ 9.5 പവൻ സ്വർണം എടുത്തിട്ടുണ്ട് എങ്കിൽ തിരിച്ചു കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇങ്ങനത്തെ ഭർത്താക്കന്മാരുണ്ടായത്. പെണ്ണ് വന്ന് കരഞ്ഞ് ഭർത്താവിനോട് പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല. ഇങ്ങനെയാണ് വിഷയം. ഭർത്താവിന്റെ കുടുംബക്കാരും എന്തെയ്യുന്നു? പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ഇൻജാകും ഫാസിഖ്, നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ഒരു ഫാസിഖ് അഥവാ തോന്യവാസിയായ ഒരാള്, ഒരു അധർമ്മകാരൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ, ഒരു ന്യൂസ്, ഒരു വൃത്താന്തവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ, ഫതബയ്യനൂ, നിങ്ങൾ അതിനെ കുറിച്ച് ഏറ്റവും നല്ലതായ പഠനം നടത്തുന്നേ, വെരിഫൈറ്റ് കേൾക്കണം. നമ്മുടെ മുമ്പിലേക്ക് ഒരാൾ ഒരു ന്യൂസുമായിട്ട് വന്നാൽ, ഒരു അപവാദം എന്തെങ്കിലുമായിട്ട് വന്നാൽ നമ്മളത് ഫോർവേഡ് ചെയ്യാൻ ചെയ്യേണ്ട. നമ്മൾ പെട്ടെന്ന് അതിനൊക്കെ ഫതബയ്യനൂ, നിങ്ങളത് വെരിഫൈ ചെയ്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയാം. ഇത് ഖുർആന്റെ ഒരു നിർദ്ദേശമാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ എന്ത് ചെയ്തു? സ്വർണം മോഷ്ടിച്ചു, ഒരാളുടെ അടുത്തേക്ക് പറഞ്ഞു, ആ ആള് മറ്റൊരുത്തേക്ക് പറഞ്ഞു. അന്വേഷിച്ചോ? ആ സഹോദരൻ ചിന്തിച്ചോ? ആരും കൂടെ നിൽക്കാനില്ല, ഭർത്താവില്ല, ഭർത്താവിന്റെ വീട്ടുകാരില്ല, എല്ലാവരും തള്ളി പറയുന്നു. അവസാനം സ്ത്രീയല്ലേ, മനുഷ്യനല്ലേ, അവിടെ ഈമാൻ അവരിൽ നിന്ന് ഒഴിഞ്ഞൊഴിഞ്ഞു പോവുകയാണ്. അവസാനം ആ സഹോദരി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. ആ സമയത്ത് അവരെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്റെ പേരിൽ ഇതുപോലെയുള്ള നടപടി എടുത്തു. നടപടി എന്താ? പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യാൻ പോലീസുകാർ സ്ത്രീകളില്ല, എല്ലാ ആണുങ്ങൾ ചെയ്തു. എത്രത്തോളം ഒരു മനുഷ്യനെ തരം താഴ്ത്താൻ പറ്റും അതെല്ലാം ചെയ്തു. അവരവസാനം ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. വീഡിയോ പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലോകത്തോട് പറഞ്ഞു, ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്റെ പേരിൽ അപവാദം. സഹോദരിമാരെ, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദായിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ മനുഷ്യന്റെ ഈ അപമാനം. ഈ അഭിമാനം നിങ്ങൾ അപമാനപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇസ്സത്തുണ്ടല്ലോ, ഏതൊരു മനുഷ്യനും ഒരു വിലയുണ്ടാവും. അതിന്റെ രക്തം, അതുപോലെ തന്നെ സമ്പത്ത്, ഈ 3 അഭിമാനം, രക്തം, അതുപോലെ തന്നെ ഈ സമ്പത്ത് നമ്മൾ തരം താഴ്ത്താൻ പാടില്ല. അഭിമാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ജീവിക്കുക ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അത്ര ഈമാനുള്ള ആളായിരിക്കണം. ആ സ്ത്രീ അവസാനം ലോകത്തോട് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തു. ആരാണ് കുറ്റക്കാരൻ? നമ്മളെല്ലാവരും കുറ്റക്കാരാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ട്, അല്ലയോ വിശ്വാസികളെ, നിങ്ങളെ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻജാകും, നിങ്ങളിലേക്ക് ഒരു ഫാസിഖ് കടന്നു വന്ന് ഒരു ന്യൂസുമായിട്ട്, ഒരു വൃത്താന്തമായിട്ട് വന്നാൽ, ഫതബയ്യനൂ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് ഖുർആനിലുള്ള ഓരോ കാര്യങ്ങൾ എന്താണ് പറഞ്ഞത്, അത് ചില ആൾക്കാർ പറഞ്ഞത് 6-ാം നൂറ്റാണ്ടിലെ കാര്യമാണ്, 7-ാം നൂറ്റാണ്ടിൽ മാത്രം ഉണ്ടായിരുന്നു. ഇത് അങ്ങനെയല്ല. എത്രത്തോളം കാലം ഈ മനുഷ്യകുലം ഈ ഭൂമുഖത്തുണ്ടോ അവർക്ക് എല്ലാവർക്കും പ്രാവർത്തികമാകുന്ന നിയമങ്ങളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ ഈ കാലഘട്ടത്ത് നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും അനുസരിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ മറ്റുള്ളവർക്ക് ഫോർവേഡ് ആക്കാൻ പറ്റത്തുള്ളൂ.
തിന്മയോട് ബന്ധപ്പെട്ട ഒരു കാര്യവും നമ്മൾ ഫോർവേഡ് ആക്കാൻ പാടില്ല. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ തയ്യാറായെങ്കിൽ നമ്മുടെ അള്ളാഹു നല്ല ഒരു തലമുറ ഇവിടെ കാട്ടിത്തരും. നമ്മുടെ ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിഞ്ഞ് പോകുമ്പോഴും നമ്മൾ ആലോചിക്കണം, നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെയൊക്കെ കുറിച്ച് നമ്മൾ ഒരു സന്തോഷമായിട്ട് ഒരു മരണത്തെ നേരിടണമെങ്കിൽ അവർ ദീനിയായ ജീവിതം ചിട്ടപ്പെടുത്തിയ ഒരു രീതി നമ്മൾ കണ്ട് മരിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന പ്രാവർത്തികമാക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ഇപ്പൊ ത്വലാഖ് അത് പ്രാവർത്തികമാക്കാനുള്ളതല്ല, അതിന്റെ നിയമങ്ങൾ വശങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ പ്രാവർത്തികം നമ്മുടെ ജീവിതത്തിൽ ക്രിയാത്മകമായിട്ട് നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ പഠിച്ച് മനസ്സിലാക്കുകയും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും ആ അറിവ് പകർന്നു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയുള്ള വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു മാപ്പാക്കി നമ്മളിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാ സഹോദരന്മാരുടെ രോഗങ്ങൾ ഷാഫിയായ റബ്ബ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ നമ്മുടെ ഈ ഹാഫിലിങ്ങളായിട്ടുള്ള മക്കള് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നമ്മുടെ ഈ സുഹൃത്ത് 114 സുഹൃത്തില് അതിൽ 1 ഫാത്തിഹ, 2 ബക്കറ, 3 ആല ഇമ്രാൻ, 4 അന്നിസ, 5 മാഇദ, 6 അന്നാം, 7 അറാഫ്, 8 അൻഫാൽ, 9 തൗബ, 10 യൂനുസ്, 11 ഹൂദ്, 12 യൂസഫ്, 13 റൗദ്, 14 ഇബ്രാഹിം, 15 ഹിജ്ർ. ഈ നമ്പർ ഉണ്ടല്ല, ഇതിങ്ങനെ 114 പഠിച്ചു വെക്കുക. 50ാമത്തെ സുഹൃത്ത് ഏതാ? നമ്മൾ സുഹൃത്ത് ഈദ്ഗാഹിന് പോകുന്ന സുഹൃത്ത് ഏതാ? പാഫും കബറും. 50ാമത്തെ സുഹൃത്തും 54. ഇതൊക്കെ ഭയങ്കര ലോജിക്ക് നമ്പറിന് കുറേ പഠിക്കാനുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. സുഹൃത്ത് 200 അൽബക്കറ സുഹൃത്തിന് എത്ര ആയത്തുണ്ട്? 286. അതിന്റെ പകുതി എത്രയാ? 143 ആണ് ഉമ്മത്തൻ വസത്ത, ബാലൻസിങ് സമുദായം എന്ന് പറഞ്ഞില്ലേ? എത്ര അത്ഭുതകരമാണ്. കുറേ ടെക്നിക്കൽ പഠിക്കാനുണ്ട്. ഈ മധ്യമ സമുദായം ആ 286 ആയത്തിന്റെ നേരെ പകുതി കൊണ്ടുവന്നിട്ടാണ് ഉമ്മത്തം വസത് മധ്യമ സമുദായം എന്ന് പറയുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്പറിൽ തന്നെ നമുക്ക് പഠിക്കാറുണ്ട്. പരിശുദ്ധ ഖുർആന്റെ നമ്പർ പിടിക്കാം. ആലോചിച്ച് നോക്കി, എത്ര ആയത്ത് വേറെ ഉണ്ട്. അതിന് ഇടക്കൊന്നും അല്ലാഹു കൊണ്ടുവന്നില്ല. 286 നേരെ പകുതിയിൽ കൊണ്ടുവന്നിട്ടാണ് ഉമ്മത്തം വസത്ത മധ്യമ സമുദായം അതിന്റെ നേരെ പകുതിയിൽ കൊണ്ടുവന്നു ബാലൻസിങ് നേഷൻ എന്ന് കൊടുത്തത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഹാഫിലിങ്ങൾ പഠിക്കാനുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഡിസോർഡർ ആകത്തില്ല. അങ്ങനെ നമ്മൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സത്യവിശ്വാസത്തിൽ എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതുപോലെ തന്നെ പഠിച്ച് നിലകൊള്ളുന്ന വിശ്വാസികളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.